നിർമ്മമോ യോജക എന്ന് പറയുന്ന +2ന്റെ ക്ലാസ്സിൻ്റെ നോട്ട്സ് ആണ് തരുന്നത് കേട്ടോ. അത്യാവശ്യം കുറച്ച് നോട്ട് നമുക്ക് നോക്കാം. പരീക്ഷയൊക്കെ വരാൻ പോവാണല്ലോ, എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം കുറച്ച് നോട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ ഈ ക്ലാസ്സിൽ. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം എന്നാൽ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പോൾ നിർമ്മമോ യോജക എന്ന് പറയുന്ന പാഠത്തിൻ്റെ നോട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. ആൻസേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ആര്യ ചന്ദ്രഗുപ്ത പ്രണമതി. ചന്ദ്രഗുപ്ത കഹ. നമ്മൾ പാഠമൊക്കെ പഠിച്ചു എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഈ പേരുകൾ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം വരും. ചന്ദ്രഗുപ്തൻ ആരാണ്, ചാണക്യൻ ആരാണ്, വിഷ്ണുഗുപ്തൻ ആരാണ്, അങ്ങനെ അങ്ങനെ കുറെ കൺഫ്യൂഷൻസ് വരാം കുട്ടികൾക്ക്. അപ്പൊ അതുകൊണ്ട് ചന്ദ്രഗുപ്തൻ ആരാണ്? രാജാവാണ് ചന്ദ്രഗുപ്തൻ. ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ രാജാവ്, രാജാവിന്റെ പേര് ചന്ദ്രഗുപ്തൻ. സ്പൃശതി മാം ഭൃത്യ ഭാവേന കൗടില്യ ശിഷ്യ. ഇനി രാജാവിന്റെ തന്നെ വേറെ വിശേഷണമാണ് കൗടില്യ ശിഷ്യൻ. കൗടില്യ ശിഷ്യ കഹ. ഞാൻ പാഠം എടുക്കുമ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ആരാണ്? ചന്ദ്രഗുപ്തൻ തന്നെ, രാജാവ് തന്നെയാണ് കൗടില്യന്റെ ശിഷ്യൻ. ഭോ വിഷ്ണുഗുപ്ത പുതസന്ദേഹ വിഷ്ണുഗുപ്ത കഹ. ആരാണ് വിഷ്ണുഗുപ്തൻ? ചാണക്യൻ. ചാണക്യന്റെ വേറൊരു പേരാണ് വിഷ്ണുഗുപ്തൻ. വൃഷല അമാത്യ രാക്ഷസേന അനുഗ്രഹീതോസ്മി. വൃഷല കഹ. വൃഷലനാരാണ്? ചന്ദ്രഗുപ്തനാണ്. വൃഷലനാരാണ്? ചന്ദ്രഗുപ്തൻ. സർവ നഗരശ്രേഷ്ഠിപദം ആരോപ്യതാം കഹ. സർവശ്രേഷ്ഠിപദം ആരോപിക്കുന്നു ആരാണ്? ചന്ദനദാസ. ചന്ദനദാസനാണല്ലോ അത് കൽപ്പിച്ചു കൊടുത്തത്. അപ്പൊ സർവശ്രേഷ്ഠിയായി അദ്ദേഹത്തെ കണക്കാക്കിയതാരായിരുന്നു? ചന്ദനദാസനെയാണ്. മുദ്രാരാക്ഷസസ്യ കർത്താ കഹ. മുദ്രാരാക്ഷസം എന്ന നാടകത്തിന്റെ കർത്താവ് ആരാണ്? വിശാഖദത്തൻ. ആരാണ്? വിശാഖദത്തൻ. ഓക്കെ, ഇനി അടുത്ത ചോദ്യങ്ങള്. ചാണക്യ കഹ ചന്ദ്രഗുപ്തസ്യ അമാത്യ പദവിയും നിയോജിത. ആരാണ് ചാണക്യൻ അമാത്യ പദവി കൊടുത്ത ആളാരാ? രാക്ഷസ. ഓക്കെ, രാക്ഷസ. അപ്പൊ എത്രയാണ് 1 വേർഡ് ആൻസേഴ്സ്? അപ്പൊ അതില് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങള്, വിഷ്ണുഗുപ്തൻ, ചന്ദ്രഗുപ്തൻ, ഈ പേരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചന്ദ്രഗുപ്തൻ എന്ന് പറയുന്നത് രാജാവ്, രാക്ഷസൻ എന്ന് പറയുന്നത് അമാത്യൻ, ചാണക്യന്റെ പേര് തന്നെയാണ് വിഷ്ണുഗുപ്തൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരാള് തന്നെയാണ്. ഇനി അടുത്തത് രേഖാങ്കിത പദാനാം സ്ഥാനെ സമാനാർത്ഥക പദാനി ചിത്വലിഖത. അടിവരയിട്ടിട്ടുള്ള പദങ്ങൾക്ക് പകരം പദം വെച്ച് പൂരിപ്പിക്കുക എന്നാണ് പറഞ്ഞേക്കണേ. പകരം പദങ്ങൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് പദം എടുത്തു വെച്ച് പൂരിപ്പിക്കണം. നമുക്ക് നോക്കാം. അമാത്യ രാക്ഷസ ഗൃഹ്യതാമിതം ശസ്ത്രം. ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം എന്നാണ് അർത്ഥം. ശസ്ത്രം ശാസ്ത്രം. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ സയൻസ്, ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം കേട്ടോ. അപ്പൊ ആയുധം. ശ്രുത്വ. ശ്രുത്വ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആകർണ്യ, നിശമ്യ, കേട്ടിട്ട് എന്നാണ് അർത്ഥം. ശ്രുത്വ. അടുത്തത് ദ്രുമാഹ. യേ ദ്രുമാഹ സ്വയം സിക്താഹ എവ വൃദ്ധിമാഗമൻ തേ ചിഹ്നാഹ ഏവ. ദ്രുമാഹ എന്ന് പറഞ്ഞാൽ വൃക്ഷാഹ. വൃക്ഷത്തിന്റെ വേറെ പേരാണ് ദ്രുമം എന്നുള്ളത്. മിത്രസ്യ ശരീരരക്ഷണകൃതേ മയാ ശസ്ത്രം. ശസ്ത്രം എന്ന് പറഞ്ഞാല് ആയുധം. ആയുധം തന്നെ കേട്ടോ. ഇനി ഇതം ശ്രുത്വ. ശ്രുത്വ എന്ന് പറഞ്ഞാല് ആകർണ്യ എന്നാണ് അർത്ഥം. അപ്പൊ ഈ പറഞ്ഞ ആൻസേഴ്സ് വെച്ചിട്ടുള്ള ഉത്തരമാണ് താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ശസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധം, ശ്രുത്വ എന്ന് പറഞ്ഞാൽ ആകർണ്യ, പിന്നെന്താണ് ദ്രുമാഹ എന്ന് പറഞ്ഞാൽ വൃക്ഷാഹ എന്നാണ് അർത്ഥം. ഈ 3 വാക്കുകളാണ് പുതുതായിട്ട് ഇതിൽ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ ഓക്കെ, അപ്പോൾ അത് എളുപ്പമല്ലേ, അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? പ്രദത്തം പൂരയിത എന്നുള്ളതാണ്. അപ്പൊ ആദ്യം ഗദ്യഭാഗം വായിക്കണം. ഗദ്യഭാഗം എന്ന് പറഞ്ഞ പാഠത്തിൽ തന്നെയാണ്. ചന്ദ്രഗുപ്ത സഭായാം പ്രവിശ്യ ആര്യ ചന്ദ്രഗുപ്ത പ്രണമതി ഇത്യവദത്. ചന്ദ്രഗുപ്തൻ സഭയിൽ പ്രവേശിച്ചുകൊണ്ട് പ്രണമിക്കുന്നു എന്ന് പറയുന്നു. തഥാ അമാത്യ രാക്ഷസ പ്രാപ്ത പ്രണമൈനമിതി ചാണക്യ പ്രത്യവദത്. ആ സമയത്ത് അമാത്യനായ രാക്ഷസൻ പ്രവേശിക്കുന്നു. ഇദ്ദേഹത്തെ പ്രണമിക്കൂ എന്ന് ചാണക്യൻ പറയുന്നു. കുശലാന്വേഷണാനന്തരം അമാത്യ രാക്ഷസ ഈഷ്യതേ ചന്ദനദാസസ്യ ജീവിതം ഇതി യഥാ ചാണക്യ അപൃച്ഛത് തഥാ ഭോ
ഭൂ വിഷ്ണുഗുപ്ത കുത സന്ദേഹ ഇതി രാക്ഷസേന ഉക്തം. അങ്ങനെ കടന്നു വന്നതിന് ശേഷം കുശലാന്വേഷണങ്ങൾക്ക് ശേഷം എന്താണ് വിഷ്ണുഗുപ്തന്റെ ചോദ്യമാണ് എന്താണ് ചന്ദനദാസന്റെ ജീവൻ ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലയോ വിഷ്ണുഗുപ്ത അങ്ങ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് എന്ന് അമാത്യ രാക്ഷസൻ മറുപടി പറയുന്നു. അമാത്യ രാക്ഷസ അഗൃഹീത ശസ്ത്രേണ ഭവതാ നിഗൃഹ്യതേ വൃഷലഹ ഇത്യത സന്ദേഹ. അപ്പോൾ ഇദ്ദേഹം എന്നിട്ട് പറയാണ് ഓക്കെ ചന്ദനദാസന്റെ ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വൃഷലഹ അനുഗ്രഹ്യത, അതായത് രാജാവിന് അനുഗ്രഹം കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അമാത്യ രാക്ഷസൻ മന്ത്രിയാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടുത്തെ മന്ത്രിയാവാൻ തീരുമാനിച്ചു. ഏതി ചന്ദനദാസസ്യ ജീവിതം ഇഷ്യതേ തതോ ഗൃഹ്യതാമിതം ശസ്ത്രം. അങ്ങനെ ചന്ദനദാസന്റെ ജീവിതം വേണമെങ്കിൽ ഈ ആയുധം പിടിച്ചോളൂ എന്നാണ് ചാണക്യൻ പറയുന്നത്. ഇത് ചാണക്യ പ്രത്യവദത്. അപ്പൊ ചാണക്യനും ചന്ദനദാസനും സംഭാഷണത്തിൽ വരുന്നുണ്ട്, അതായത് സൂചിപ്പിക്കുന്നുണ്ട് അമാത്യ രാക്ഷസനും തമ്മിലൊരു സംഭാഷണമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇനി ചോദ്യങ്ങൾ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. രാജ ആര്യ ഡാഷ് പ്രണമതി. ആരാ പ്രണമിക്കുന്നത്? ചന്ദ്രഗുപ്ത പ്രണമതി. ചന്ദ്രഗുപ്തൻ ഇതാ പ്രണമിക്കുന്നു. അപ്പോ ചാണക്യ അയം അമാത്യ രാക്ഷസ പ്രാപ്ത. ചാണക്യൻ എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഇതാ അമാത്യനായ രാക്ഷസൻ ഇവിടെ വന്നിരിക്കുന്നു എന്നാണ്. രാക്ഷസ, അപ്പൊ രാക്ഷസൻ എന്താ പറയുന്നത്? ആര്യ പ്രണാമഹ. അപ്പൊ ആര്യ അങ്ങേ ഞാൻ പ്രണമിക്കുന്നു എന്ന് പറയുന്നു. അടുത്തതിൽ എന്താണ് പറയുന്നത്? ചാണക്യ അമാത്യ രാക്ഷസ ഇഷ്യതേ ഡാഷ് ജീവിതം. ആരുടെ ജീവിതമാണ് വേണ്ടതെന്ന് ചോദിച്ചത്? ചന്ദനദാസസ്യ എന്നാണ് അവിടെ ഫില്ലപ്പ് ചെയ്യേണ്ടത്. അത് അടുത്ത സ്ലൈഡിലാണ്. ഇഷ്യതേ ചന്ദനദാസസ്യ ജീവിതം. ചന്ദനദാസന്റെ ജീവിതം വേണമോ രാക്ഷസ? വിഷ്ണുഗുപ്ത കുതസന്ദേഹ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണ്? കുതസന്ദേഹ, എന്താണ് സംശയം? ചാണക്യ യതി ചന്ദനദാസസ്യ ജീവിതം ഇഷ്യതേ തതോ ഗൃഹ്യതാമിതം ശസ്ത്രം. അപ്പൊ ആ വാചകം വിട്ടുപോയത് നോക്കി പാസേജിലും കൂടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് വിട്ടുപോയ വാക്ക് എടുക്കാൻ പറ്റും. ഒരുവിധം അതുമായിട്ട് മാച്ച് ഇത് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ ടെൻഷനൊന്നും അടിക്കണ്ട. പാസേജ് നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള സംഭാഷണം നോക്കുക. ആ സംഭാഷണത്തിൽ വരുന്ന വാചകം ആരാ പറയണേന്ന് നോക്കുക. ആ പറയുന്ന വാചകം വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതായത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടോ, അങ്ങനെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യമൊന്നും വരില്ല. ഓക്കെ, ഇനി അടുത്തത് ഉദാഹരണാനുസാരം പൂരയത. ഉദാഹരണം അനുസരിച്ച് പൂരിപ്പിക്കുക. മമ പ്ലസ് ഏവ മമൈവ. അതേപോലെ അത്ര പ്ലസ് ഏവ മമ പ്ലസ് ഏവം മമൈവം. അത്ര പ്ലസ് ഏവ അത്രൈവ. ഓക്കെ, അപ്പൊ മുകളിൽ 2 വര വരും. അത്രൈവ മമൈവം എന്നിങ്ങനെ. ഇനി അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നത് പ്രാദേശിക ഭാഷയാ ആംഗല ഭാഷയാവ അനുവാദത. അതായത് മാതൃഭാഷയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഭാഷയിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വിശാഖദത്തേന വിരചിതം ഭവതി മുദ്രാ രാക്ഷസം നാമ നാടകം. അസ്മിൻ നാടകേ 7 അങ്കാഃ സന്തി. നാടകേ അസ്മിൻ ചാണക്യ തന്ത്രാണി രാഷ്ട്രമീമാംസ തത്വാനി ച വർണ്ണിതാനി. നീതിബോധസ്യ പരാകാഷ്ഠ അസ്മിൻ നാടകേ ദ്രഷ്ടും ശക്യതേ. വീരരസപ്രധാനം ഭവതി ഏതത് നാടകം. ഇത് മലയാള ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം നമുക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. വിശാഖദത്തൻ എഴുതിയ നാടകമാണ് കേട്ടോ മുദ്രാ രാക്ഷസം, മറക്കരുത്. ഇനി അത് മലയാളത്തിലേക്ക് എഴുതാം. ആ പാസേജ് അങ്ങനെ തന്നെ മലയാളത്തിലേക്കാണ്. ദത്തനാൽ രചിക്കപ്പെട്ടതാണ് മുദ്രാ രാക്ഷസം എന്ന നാടകം. ഈ നാടകത്തിൽ 7 അംഗങ്ങളുണ്ട്. ഈ നാടകത്തിൽ ചാണക്യതന്ത്രങ്ങളും രാഷ്ട്രമീമാംസ തത്വങ്ങളുമാണ് വർണ്ണിച്ചിരിക്കുന്നത്. നീതിബോധത്തിന്റെ പരമമായ അവസ്ഥ ഈ നാടകത്തിൽ കാണാൻ സാധിക്കുന്നു. വീരരസപ്രധാനമാണ് ഈ നാടകം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. പ്രദത്തം ഗദ്യഭാഗം പഠിത്വ ക്വാന്ത ല്യബന്ധ തുമുന്നന്ത രൂപാണി ചിത്വ ലിഖത. അതായത് ത്വാന്തം ല്യബന്ധം തുമുന്നന്തം തുടങ്ങിയ പദങ്ങൾ എടുത്തെഴുതുക. ആകെ ഒരു വാചകേ കൊടുത്തിട്ടുള്ളൂ. ചാണക്യസ്യ വചനം ശ്രുത്വാ ആത്മമിത്രം രക്ഷിതും നിശ്ചിത്യ അമാത്യ രാക്ഷസ ചന്ദ്രഗുപ്തസ്യ അമാത്യപദം സ്വീകൃതവാൻ. അതിലെ ത്വാന്തം എന്ന് പറയുന്നത് ത്വായിൽ അവസാനിക്കുന്ന വാക്ക് ശ്രുത്വാ, ത്വാ എന്ന് അവസാനിക്കുന്നു. പിന്നെ ല്യബന്ധം എന്ന് പറയുന്നത് യായിൽ അവസാനിക്കുന്ന വാക്ക് നിശ്ചിത്യ, നിശ്ചിത്യ യായിൽ അവസാനിക്കുന്നത്. തുമുന്നന്തം തും എന്ന് അവസാനിക്കുന്നത് രക്ഷിതും എന്നുള്ളതാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്കും കണ്ടുപിടിക്കാൻ പറ്റൂ കേട്ടോ. ടെൻഷൻ അടിക്കാതെ സമാധാനമായിട്ട് ആലോചിച്ച് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇനി ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് ആകെ വളരെ പ്രധാനപ്പെട്ട
കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും പാറ്റേണും മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനിയിപ്പോൾ പരീക്ഷ വരാൻ പോവാണ്. നന്നായിട്ട് പഠിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഏതെങ്കിലും ഭാഗങ്ങൾ ബുദ്ധിമുട്ട് തോന്നുകയാണ്, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇപ്പോൾ നിർമ്മമോ യോജകഹ എടുക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചതുപോലെ, മെസ്സേജ് അല്ല സോറി, കമൻസ് ഇട്ടതുപോലെ കമൻ്റ് അയച്ചാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ധൈര്യമായിട്ട് നന്നായിട്ട് പരീക്ഷ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കിട്ടിയിട്ടില്ല, മോഡലിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ ഞാനതും ആൻസർ ചെയ്തിടാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. നല്ല മക്കളായിട്ട് നല്ലോണം പഠിച്ച് മാർക്ക് വാങ്ങിക്കുക കേട്ടോ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്തേ.